ഈ കോവിഡ് മഹാമാരി ലോകം മുഴുവൻ ബാധിച്ചപ്പോൾ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് ഈ വിഷയം ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. നമസ്കാരം, ഞാൻ രമേശ മാസ്റ്റർ. വ്യൂ പോയിൻറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോടതിയിൽ മാത്രം ഏതാണ്ട് 4500 ഡൈവേഴ്സ് കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണിത് സൂചിപ്പിക്കുന്നത്? എവിടെയാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് വിള്ളലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദാമ്പത്യ ബന്ധത്തിലെ ഇത്തരം വിള്ളലുകൾ ഇല്ലാതാക്കാൻ നമുക്ക് ചില പോയിന്റുകൾ ചർച്ച ചെയ്യാം. ഒരുപക്ഷെ ഇത് സമൂഹത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കുറേ കുട്ടികളുമായി എനിക്ക് സംസാരിക്കാനൊരു അവസരമുണ്ടായി. അപ്പോൾ ഒരു മകൻ ചോദിച്ചു, സാർ, എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു അവൻ എപ്പോഴും അക്രമാസക്തനാവും. കാരണം അവൻ്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു, അവൻ അനിയത്തിയെ അച്ഛൻ കൂട്ടിക്കൊണ്ടു പോകുന്നു, അതുകൊണ്ട് തന്നെ അവന് ആ അനിയത്തിയെ കാണാൻ പറ്റുന്നില്ല. ഈ സങ്കടത്തിലാണ് അവൻ ഞങ്ങളെയൊക്കെ ആക്രമിക്കുന്നത്. സാർ, എന്താണ് നമുക്കിതിൽ ചെയ്യാൻ കഴിയുക? ഒരുപക്ഷെ എൻ്റെ മുമ്പിൽ ആ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. ഈ വിഷയത്തിൻ്റെ ഗൗരവം സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. ഡൈവേഴ്സ് ചെയ്യപ്പെടുന്നവരുടെ കുട്ടികളുടെ കാര്യമാണ് ഏറെ കഷ്ടം. ആരും ശ്രദ്ധിക്കാനില്ലാതെ ജീവിതത്തിൻ്റെ തെറ്റുകളിലേക്ക് അവർ വലിച്ചിഴക്കപ്പെടുകയാണ്. ആരാണ് ഉത്തരവാദി? ഡൈവേഴ്സ് കേസുകളിൽ ഡൈവേഴ്സ് ചെയ്യുന്നവർ സേഫാവും, പക്ഷെ അവരുടെ കുട്ടികളോ? നമ്മൾ വളരെയധികം ഓർക്കേണ്ട ഒരു വിഷയമാണിത്. ഇത്രയും വർദ്ധിച്ചു വരുന്ന കേസുകളിൽ പലതിലും കുട്ടികളുണ്ട് എന്നുള്ളതാണ് വിഷയം. തീർച്ചയായിട്ടും നാം ആലോചിക്കേണ്ടത് ആ കുട്ടികളുടെ ഭാവി കൂടിയാണ്. നമുക്ക് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിക്കൂടെ? ജീവിതം മനോഹരമായി ഒന്ന് തുടങ്ങിക്കൂടെ? എന്തിനാണ് നാം മത്സരിക്കുന്നത്? ആരോടാണ് നാം മത്സരിക്കുന്നത്? ആരോടൊപ്പമാണ് വിജയിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്? ഡൈവേഴ്സ് കഴിഞ്ഞ ശേഷം എത്ര പേർക്കാണ് മനോഹരമായ ജീവിതം ഉണ്ടായിട്ടുള്ളത്? വളരെ കുറവായിരിക്കാം, ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അവർ അതാലോചിച്ച് വീണ്ടും ദുഃഖിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഓർക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ കൂടി ഒന്ന് ഓർമ്മിക്കണ്ടേ? സ്വന്തം സ്വാർത്ഥ ചിന്താഗതിക്ക് വേണ്ടി തങ്ങളുടെ മക്കളെ ബലിയാടാക്കണം. ഓർക്കുക ആ കുട്ടികളുടെ നിഷ്കളങ്ക മുഖം. ഒരിക്കൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ നാട്ടിൽ, എൻ്റെ തറവാട്ടിൽ ഒരു തെയ്യം ഉണ്ടായിരുന്നു. അവിടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ജോർ എന്ന ഒരു വ്യക്തി ആ തെയ്യം കാണാൻ വന്നു. ആ സ്ഥലത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ മകളും ഉണ്ടായിരുന്നു. ജോർ എന്നോട് പരിചയപ്പെട്ടു, ഞാൻ ജോറിനോടും. അപ്പോൾ ജോർ എന്നോട് പറഞ്ഞു, രമേശ്, നിങ്ങൾ എത്ര ഭാഗ്യവാനാണ്. കാരണം നിങ്ങൾക്ക് ഭാര്യയുണ്ട്, മകളുണ്ട്, അമ്മയുണ്ട്. ഞാൻ ചോദിച്ചു, ജോർ, വാട്ട് ഈസ് യുവർ സ്റ്റോറി? അന്ന് ജോർ പറഞ്ഞു, വെൻ ഐ വാസ് 2 മൈ ഫാദർ ആൻഡ് മദർ ഡൈവേഴ്സ്ഡ്. ഐ ഹാവ് എ സിസ്റ്റർ, ഐ ഡോണ്ട് നോ വേർ ഷീ ഈസ്. കരഞ്ഞുകൊണ്ടിരുന്ന ജോറിന് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യൻ പാരമ്പര്യത്തിൽ ദാമ്പത്യത്തിൻ്റെ സുദൃഢതയെ മനസ്സിലാക്കുന്ന ഒരു പാശ്ചാത്യൻ്റെ കാഴ്ചപ്പാടാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. നമ്മൾ ഇതിലല്ലേ ആനന്ദിക്കേണ്ടത്? ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ഡോമിനേറ്റ് ചെയ്യാൻ, അതായത് ഞാനാണ് വലിയ ആൾ എന്ന് രണ്ടുപേരും മത്സരിക്കുമ്പോഴാണ് പരാജയം തുടങ്ങുന്നത്. ഇവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ വിജയിക്കാൻ ശ്രമിക്കുമ്പോൾ നാം പരാജയപ്പെടുകയാണെന്നാണ് തിരിച്ചറിയേണ്ടത്. പരസ്പരം അവരെ വിജയിക്കുമ്പം അവരുടെ വിജയത്തിലേക്ക് സന്തോഷിക്കുകയും അവരെ വിജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് നിങ്ങളായിരിക്കും. ഈ ഒരു ചെറിയ തത്വശാസ്ത്രം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും ബന്ധം പുഷ്പണമാകും. വളരെയേറെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് ഈഗോ, അഹംബോധം. താനാണ് വലിയ ആൾ എന്ന് ഏതൊരു വ്യക്തിക്കും തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് മറ്റുള്ളവരെ കൂടി അംഗീകരിച്ചുകൊണ്ടാവണം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രതിവിധി. ഈഗോ വലിയ പ്രശ്നമാണ് ദാമ്പത്യത്തിൽ. ഒരാളുടെ ഈഗോ കൊണ്ടാണ് താൻ ഡൈവേഴ്സ് ചെയ്യേണ്ടി വന്നു എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പലപ്പോഴും കൗൺസിലിങ്ങിലൊക്കെ വരുമ്പോൾ. ഈ ഈഗോയെ ഒന്ന് മാനേജ് ചെയ്യാൻ, ഈഗോ മാനേജ്മെൻറ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം. അതിനൊറ്റൊരു വഴി മറ്റുള്ളവർ അംഗീകരിക്കുക എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ ഇത് പരിഹരിക്കാവുന്നതാണ്. പരസ്പരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ ഈഗോയെ നമുക്കില്ലാതാക്കാം. ഒരാളെ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ഈഗോയ്ക്ക് പ്രസക്തിയില്ല. കാരണം അവരിലെ നന്മയെ കണ്ടെത്തുക, അവരുടെ തിന്മയെ ഫോക്കസ് ചെയ്യാതെ അവരുടെ നന്മയെ കണ്ടെത്തുക. അപ്പോൾ സ്വയം നമ്മുടെ ഈഗോ ഇല്ലാതാവും. കാരണം ഒന്നിക്കാനാണ് പ്രകൃതി ഇത്തരത്തിലുള്ള ഒരു ദാമ്പത്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തിരിച്ചറിയുക മാത്രമേ വേണ്ടൂ. താരതമ്യപ്പെടുത്തൽ എന്നത് മറ്റൊരു വലിയ ദൂഷ്യമാണ്, ദാമ്പത്യത്തിലെ വലിയൊരു ദൂഷ്യമാണത്. ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർ തൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനെയോ
മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തുന്നത് ഒരു ശീലമാക്കും. അതാണ് ഒരു വിള്ളലിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതമാണ് തകർന്നു പോകുന്നത്. ഒന്നിനും താരതമ്യം ഒരു പരിഹാരമല്ല. വ്യത്യസ്തമായ കഴിവുള്ളവരാണ് നാം ഏവരും. ഒരിക്കലൊരു ഭർത്താവ് ഭാര്യയോട് പറയുന്നു, അയൽവാസിയായ ശാന്തയുടെ ചായ എത്ര നന്നായിരിക്കും. എന്തായിരിക്കും ആ ഭാര്യയുടെ അവസ്ഥ? ഇവിടെ താരതമ്യം ചെയ്യലുകൾ ഒരിക്കലും വിജയത്തിലെത്തിക്കില്ല. അത് ജീവിതം മൊത്തത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണത്. നമ്മൾ എന്താണോ അതാണ് നമ്മൾ. നമ്മുടെ കുടുംബം നമ്മുടേതാണ്. അയൽക്കാരിലേക്ക് നോക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മനോഹരമായി ആസ്വദിക്കുക. അയൽക്കാരുടെ ജീവിതത്തിലും വിള്ളലുകളുണ്ടാവും, അതവരറിയാത്തതുകൊണ്ടാണ്. തൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയും തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയും തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരുമാണ് നമുക്ക് ആവശ്യം. മറ്റുള്ളവൻ എന്താണോ, അവരുടെ കാർ എന്താണ്. പലപ്പോഴും മലയാളി 2 നില വീട് കെട്ടുന്നത് തൻ്റെ സുഹൃത്തിനുള്ളതുകൊണ്ടാണ്, അല്ല തൻ്റെ അയൽവാസിക്കുള്ളതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം ലഭിക്കില്ല. ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കേണ്ടവയാണ്. അവ ഈ താരതമ്യം ചെയ്ത് നശിപ്പിക്കേണ്ടവയല്ല. ഒന്ന് മനസ്സിലാക്കി നോക്കൂ. എത്രയോ ഡൈവേഴ്സ് കേസുകൾ കഴിഞ്ഞവർ പിൽക്കാലത്ത് ദുഃഖിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ദാമ്പത്യത്തിൽ കുറ്റം പറച്ചിലുകൾ വലിയൊരു വില്ലനാണ്. കുറ്റം കണ്ടുപിടിക്കുകയാണ് ചിലരുടെ ഹോബി തന്നെ. കുറ്റം പറയുന്നത് ഒരു ഹോബിയാക്കിയവർക്ക് ആ കേൾക്കുന്നവരുടെ മാനസികാവസ്ഥ ഒട്ടും അറിയില്ലല്ലോ. എപ്പോഴും പറയും, എന്നെ എൻ്റെ ഭർത്താവ് കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ കുറ്റപ്പെടുത്തുന്നു. ഈ കുറ്റപ്പെടുത്തലുകളൊന്നും ഒഴിവാക്കിക്കൂടെ? അവ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒരു ഭാഗമാക്കിക്കൂടെ? സ്നേഹത്തോടെ പെരുമാറിക്കൂടെ? എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? ആർക്ക് വേണ്ടി? രാമായണത്തിലൊരു കഥാസന്ദർഭമുണ്ട്. രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീത പ്രസവിക്കുന്നു. ആ കുട്ടികൾ രാമൻ്റെ കഥ പറയാൻ രാമൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ഒരു കഥാസന്ദർഭമുണ്ട്. അവിടെ ഒരിക്കലും സീത രാമനെ കുറ്റപ്പെടുത്തുന്നില്ല. തൻ്റെ മക്കളോട് പറയുന്നത് രാമൻ്റെ നല്ല കാര്യങ്ങൾ മാത്രമാണ്. ഇവിടെയാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന വലിയ ഘടകം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പരസ്പരം റെസ്പെക്റ്റ് ചെയ്താണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് കുട്ടികൾ കാണുന്നുണ്ടെന്ന കാര്യം തിരിച്ചറിയുക. അത് ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുമെന്ന കാര്യം തിരിച്ചറിയുക. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണം. അവിടെ ആരും മറ്റൊരാളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യരുത്. അത് വിള്ളലുകളിലേക്കും ഡൈവേഴ്സിലേക്കും എത്തിച്ചു. പരസ്പരമുള്ള ആശയവിനിമയത്തിൽ വരുന്ന കുറവുകൾ ദാമ്പത്യത്തിൻ്റെ വിള്ളലുകൾക്ക് കാരണമാകാറുണ്ട്. പലപ്പോഴും ജോലിയുടെയോ മറ്റോ സ്ട്രെസ്സ് കൊണ്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ പലരും മറന്നു പോകുന്നൊരു കാര്യം, തൻ്റെ പാർട്ട്ണറുമായി കുറച്ചധിക സമയം സംസാരിച്ചിരിക്കുക. പ്രത്യേകിച്ച് ഒരു വിഷയവും ആവശ്യമില്ല. തുറന്ന് പറച്ചിലുകൾ ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു. വൈകി ഓഫീസിൽ നിന്ന് എത്തുന്ന ഭർത്താവ് ആകെ ക്ഷീണിതനായിട്ടായിരിക്കും എത്തുക. അപ്പോൾ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാര്യ ഇതിൽ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. പക്ഷേ അവർ ഒന്ന് പോയി അദ്ദേഹത്തിന് ഒരു കപ്പ് കാപ്പി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഇടപെടുകയോ ഒന്ന് സംസാരിക്കുകയോ ചെയ്ത് ഒന്ന് തുറന്ന് സംസാരിക്കുമ്പോൾ ആ രണ്ടുപേരിലുള്ള ബന്ധം എത്ര ദൃഢമാകും. ഭാര്യ ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ ഭർത്താക്കന്മാർ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് പലപ്പോഴും ഉദ്യോഗസ്ഥ ദമ്പതികളിൽ കാണുന്നൊരു പ്രശ്നമാണിത്. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഒട്ടനവധി ഉത്തരവാദിത്തമുണ്ട്. അവരെ സഹായിക്കുക. അത് കുക്കിങ്ങിലായാലും മറ്റ് പല കാര്യങ്ങളിലായിട്ടൊന്ന് സഹായിക്കുമ്പോൾ അവരുടെ അംഗീകാരം നമ്മളിൽ കൂടി മാത്രമേ വരൂ. നെവർ ആർഗ്യൂ. ആർഗ്യുമെൻ്റ് വിൽ ലൂസ് യുവർ പാർട്ട്ണർ. വിജയിക്കാൻ വേണ്ടി വാദപ്രതിവാദങ്ങൾക്ക് മുതിരരുത്. ദാമ്പത്യത്തിൽ ഇതിന് പ്രസക്തിയില്ല. ആരാണ് ആരുടെ മുമ്പിൽ വിജയിക്കുന്നത്? വിജയിച്ചു എന്ന് വിചാരിക്കുന്ന ആളായിരിക്കും പരാജയപ്പെടുക. അവിടെ നമുക്കൊരു ആർഗ്യുമെൻറ്റിൻ്റെ ആവശ്യമില്ല. അവിടെ സെറ്റിൽമെൻറ്റാണ് വേണ്ടത്. വിഷയങ്ങൾ ചർച്ച ചെയ്യുക, അതിൽ നിന്ന് ഒരു ഉത്തരത്തിലെത്തുക, മുന്നോട്ട് പോവുക. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും അടിയിലൊക്കെ എത്തുന്ന ദാമ്പത്യങ്ങളുണ്ട്. ഇതേറെ അപകടകരമാണ്. തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളിൽ സംയമനത്തോടെ രണ്ടു കൂട്ടരും സംസാരിക്കുകയും വിഷയങ്ങളെ മനസ്സിലാക്കുകയും മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇത് കൂടുതലുമായി കണ്ടുവരുന്നത് മദ്യപാനത്തിൻ്റെ സ്വാധീനമാണ്. പാർട്ട്ണർ മദ്യപിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഇതറിയാതെ മദ്യത്തിൻ്റെ സ്വാധീനത്തിൽ കുടുംബകലഹങ്ങൾ ഏറെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണിത്. ഇത് ദാമ്പത്യത്തിന് വലിയ വിള്ളലുണ്ടാകും. ഓവർ പൊസസീവ്നെസ്സും ഡൈവേഴ്സിനൊരു കാരണമാണ്. തൻ്റെ പാർട്ട്ണർ തൻ്റേത് മാത്രമായിരിക്കണം, അത് മറ്റാരുടേതുമായിരിക്കരുത് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം അവർക്ക് വിവിധ റോളുകൾ കുടുംബത്തിലുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ടുകൊണ്ടുള്ള പൊസസീവ്നെസ് മാത്രമേ പാടുള്ളൂ. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തീരുമാനങ്ങൾ ഒന്നിച്ചെടുക്കുക. ഒന്നിച്ചിരുന്ന് ഒരു ടേബിളിലിരുന്ന് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് തീരുമാനമെടുക്കുക. രണ്ട് കുടുംബങ്ങളിൽ നിന്നാണ് വിവാഹം കഴിച്ച ആൾക്കാർ വരുന്നത്. അവരുടെ പല ജീവിത രീതികൾക്കൊക്കെ വ്യത്യാസമുണ്ടാവും. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ പാർട്ട്ണർക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു സ്പേസ് കൊടുക്കുക. പരസ്പരം ആ സ്പേസ് കൊടുക്കുമ്പോൾ
അവർ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തനിക്കവിടെ ഒരു ഇടമുണ്ടെന്ന് മനസ്സിലാവുന്നു. പല ഡൈവേഴ്സ് കേസുകളിലും കണ്ടത് അവർ പറയുന്നു അദ്ദേഹത്തിന് എനിക്കൊരു താല്പര്യമില്ല, കാരണം അദ്ദേഹത്തിന് എന്നിലൊരു താല്പര്യമില്ല, അദ്ദേഹത്തിൽ ഞാനില്ല, പിന്നെ എന്തിനാണ് സർ എന്ന് ചോദിച്ച് പലരും കൗൺസിലിങ്ങിന് വരാറുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം. ഒരിക്കലൊരു ഉദ്യോഗസ്ഥ ദമ്പതികൾ ഡൈവേഴ്സിന് തീരുമാനിച്ചു. കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഒരു രക്ഷയുമില്ല, രണ്ടുപേരും വളരെ എന്തായാലും അവർ തീരുമാനിച്ച ഉറച്ച മട്ടിലാണ്. പക്ഷേ ഒരു സാഹചര്യത്തിൽ എനിക്കൊരു കാര്യം കണ്ടെത്താൻ സാധിച്ചു. അതിലെ ഭർത്താവ് ആ ഭാര്യയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള അനുഭവം ഉണ്ടായി. അത് ഞാൻ ഹൈലൈറ്റ് ചെയ്തപ്പോഴാണ് ആ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനെ മനസ്സിലാവുകയും അവർ ഡൈവേഴ്സ് എന്ന് മാറുകയും ചെയ്തു. അവർ ഒരുപാട് കരഞ്ഞു. അങ്ങനെ പരസ്പര സ്പേസ് ഉണ്ടെന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ അത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ കൗൺസിലടുത്തൊക്കെ പോകാം. ആ സ്പേസ് കണ്ടെത്തി ആ സ്പേസ് ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് തീർച്ചയായിട്ടും ദാമ്പത്യം വളരെ മനോഹരമാകുന്നത്. തൻ്റെ മകനിലെ സ്വാധീനം നഷ്ടപ്പെടുമോ എന്ന ഒരമ്മയുടെ ചിന്തയാണ് ഈ അമ്മായിയമ്മ പോരൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു പരിധിവരെ അത് ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം. പുതിയ തലമുറയിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് കുടുംബാംഗങ്ങൾ, അതായത് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വീട്ടിലെ കുടുംബാംഗങ്ങൾ അവരെ സ്വതന്ത്രരായി വിടുകയും അതിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുക. കാരണം അവരുടെ ജീവിതമാണ്. അത് പല അച്ഛനമ്മമാരും മനസ്സിലാക്കുന്നില്ല. അവരുടെ ഇടപെടലുകൾ കൊണ്ട് വേർപിരിയേണ്ടി വന്ന എത്രയോ കഥകളുണ്ട്. സങ്കടം തോന്നും. അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ഇടപെടലുകളെ യുക്തിപൂർവം സമീപിക്കാൻ ദമ്പതികൾ ശ്രമിക്കേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ ഭർത്താവിനാണ് വലിയ പ്രാധാന്യം. കാരണം തന്നെ വിശ്വസിച്ചിറങ്ങി വന്ന തൻ്റെ പത്നിയെ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എംപതൈസ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടെ നിൽക്കാനാണ് കൂടുതൽ ശ്രമിക്കേണ്ടത്. അത് അമ്മയെ അവഗണിക്കണമെന്നല്ല പറഞ്ഞതിനർത്ഥം. യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. അവർക്ക് തൻ്റെ ഭർത്താവിൽ ഒരു സ്നേഹമുണ്ട് തന്നോട്, അതിൽ മറ്റാരും ഇടപെടുന്നില്ല എന്നുള്ളൊരു വികാരം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഭർത്താക്കന്മാരുടെ കടമ തന്നെയാണ്. നിങ്ങളൊരു ബസ് ഡ്രൈവറാണെന്നിരിക്കട്ടെ, ആ ബസ് ഡ്രൈവറാണ് ബസ് കൊണ്ടുപോകേണ്ടത്, അല്ലാതെ പാസഞ്ചേഴ്സ് അല്ല. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതം മനോഹരമാക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്, കൂടെയുള്ളവരല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരസ്പരം ബഹുമാനിക്കാറില്ല എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം ബഹുമാനിക്കണം. ആരും ഇവിടെ മത്സരിക്കുന്നില്ല. ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദമ്പതികൾ മറ്റൊരാളെ അവഗണിക്കുന്നതായി തോന്നരുത്. തീർച്ചയായിട്ടും ഇത് വലിയ വികാരങ്ങളുണ്ടാക്കും. പരിഗണിക്കുക എന്നത് മനുഷ്യൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു വികാരമാണ്. റെക്കഗ്നിഷൻ എന്ന് പറയും. അത് തീരെ ഇല്ലാതാകുമ്പോഴാണ് പ്രശ്നങ്ങൾ തലപൊക്കുന്നത്. സെൽഫിഷ്നെസ് വലിയൊരു വിഷയമാണ്, അല്ലെങ്കിൽ സ്വാർത്ഥത. ഒരാൾ തൻ്റെ പങ്കാളിയെ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് എപ്പോഴാണോ ആ പങ്കാളി തിരിച്ചറിയുന്നത് അന്ന് പ്രശ്നങ്ങൾ തുടങ്ങും. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതിനാൽ സെൽഫിഷ്നെസ് എന്നതിനെ ഇല്ലാതാക്കി ഒരു സെൽഫ്ലെസ് ലവ് നിങ്ങൾ പരസ്പരം തുടങ്ങേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഷെയർ ആൻഡ് കെയർ ആണ്. പരസ്പരം ഷെയർ ചെയ്യും, പരസ്പരം കെയർ ചെയ്യുകയും ചെയ്യും. സ്നേഹബന്ധം ഊഷ്മളമാകും. പലരും ഇതിൽ വലിയ ഇഷ്ടം കാണിക്കാറില്ല. എന്തിനാണ് എല്ലാ കാര്യങ്ങളും ഭാര്യയോട് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അത്രയും ശ്രദ്ധ കാണിക്കുന്നത്, അവൾ എന്നെ തെറ്റിദ്ധരിക്കില്ലേ, അല്ലെങ്കിൽ എൻ്റെ ഒരു വില പോവില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. തീർച്ചയായിട്ടും ഇത് അപകടകരമാണ്. പകരം അവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഷെയറും കെയറും ചെയ്യും, പരസ്പരം അംഗീകരിക്കപ്പെടും. അതോടുകൂടി ആ ബന്ധം ഊഷ്മളമാവുകയും ചെയ്യും. അപ്രീസിയേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദാമ്പത്യത്തിൽ. ഭാര്യ ഒരു ചായ ഉണ്ടാക്കി തരുന്നു, അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാകുന്നു, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന, ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന, നല്ലൊരു വാക്ക് പറയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്. തിരിച്ചും തീർച്ചയായിട്ടും പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് ദാമ്പത്യത്തിൻ്റെ വിള്ളലുകൾ അടക്കാൻ സാധിക്കും. മാത്രവുമല്ല അത് സുദൃഢമാക്കാനും സാധിക്കും. ഒരുപക്ഷെ ഭാര്യ എന്തെങ്കിലും കാരണത്താൽ ഒന്ന് വിങ്ങിപ്പൊട്ടുമ്പോൾ, അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ, ഒന്ന് ഹഗ് ചെയ്യുമ്പോൾ ആ ബന്ധം ഊഷ്മളമാകും. പല സ്ത്രീകളും അത് ആഗ്രഹിക്കുന്നു. അവരുടെ എല്ലാ പ്രതീക്ഷയുമായ തൻ്റെ ഭർത്താവ് തന്നെ ഒന്ന് ആശ്രയിച്ചെങ്കിലും ആഗ്രഹിക്കാത്ത ഒരു ഭാര്യ ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ്. മറ്റൊന്ന് ഫാമിലി ടൈമാണ്. കുടുംബങ്ങളൊന്നിച്ചുള്ള സമയം ചെലവഴിക്കൽ. പലരും മറന്നുപോകുന്നൊരു കാര്യമാണിത്. അതൊന്ന് ഔട്ടിംഗ് ആവാം, ചെറിയ ട്രിപ്പുകളാവാം. കുടുംബങ്ങളൊന്നിച്ചുള്ള യാത്രകൾ, പ്രശ്നങ്ങളും പരിഭവങ്ങളും പറഞ്ഞു തീർക്കാൻ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ കുടുംബം, അവരുടെ ഇടപെടലുകൾ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. ഉത്തരവാദിത്തങ്ങൾക്ക് മാറി ആസ്വാദനത്തിൻ്റെ ലോകത്ത് യഥാർത്ഥ പ്രശ്നങ്ങൾ പുറത്തു വരും. അപ്പോൾ ഒരു ചർച്ച ഏറെ ഫലപ്രദവുമാവും. ചിലപ്പോൾ ഒരു പ്രശ്നമുണ്ടെന്നിരിക്കട്ടെ, പൊന്തി വരികയാണ്. ആ സമയത്ത് നമുക്ക് എടുക്കാവുന്നൊരു തന്ത്രം ടൈം ഔട്ടാണ്. ഒരു സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാം, അവിടെയുള്ള തുറന്ന് പറച്ചിലാവാം. ഈ ടൈം ഔട്ട് ഒരുപാട് ഗുണം ചെയ്യും.
ഇല്ലെങ്കിൽ ആ പ്രശ്നം രൂക്ഷമായി പോകും. നോക്കുക, ഈ കുട്ടികളും ഈ കുടുംബവും എത്ര മനോഹരമായാണ് ഈ സന്ധ്യാനേരം ചെലവഴിക്കുന്നത്. നമുക്കിത് തന്നെ ഒരു ചിത്രമായി എടുത്തുകൂടെ? എല്ലാ കുടുംബങ്ങളിലും ഈ സന്തോഷം നമുക്ക് ഉണ്ടാക്കിക്കൂടെ? അക്ഷരത്തെറ്റ് വരുത്താതിരുന്നാൽ ദാമ്പത്യം ഒരു മഹാകാവ്യമെന്ന സിനിമാ ഗാന ശകലം ഓർമ്മിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. Inspired by Altruistic Association of India, a non-profit non-religious entity.